കൂടി പോകുന്നു. ഡോക്ടർ റോസ്നാര, ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പ്രതികരണം കണ്ടല്ലോ. ഇതിലെന്താണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും? ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ വസ്തുതയില്ല. കാരണം ഈ പറയുന്ന ഉപകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ള വിഷയം നേരത്തെ തന്നെ സുപ്രണ്ട് പറയുകയും അതിന്മേൽ ഓർഡർ കൊടുക്കുകയും ചെയ്തതാണ്. ചൊവ്വാഴ്ച അതിൻ്റെ വഴിക്ക് വരേണ്ട ദിവസമായിരുന്നു. അതായത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് കൊണ്ട് എത്തിയതല്ല ഉപകരണങ്ങൾ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുള്ള പുതിയ നരേഷൻ. ഇതിലെ എക്സ്പ്ലനേഷൻസ് ഇപ്പോൾ പലയിടത്തു നിന്നും പല ഭാഗത്തു നിന്നും പല രീതിയിലാണല്ലോ വരുന്നത്. ഡോക്ടർ ഹാരിസ് KGMCTയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അദ്ദേഹം ഞങ്ങളുടെ GB-കളിൽ തന്നെ പലപ്പോഴും അവിടുത്തെ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കാര്യത്തിൽ അന്വേഷണം വരട്ടെ, അന്വേഷണം വന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകട്ടെ. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ഇത്രയും ദിവസം ചർച്ച നടന്നിട്ടും ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. അത് മാത്രമായിട്ട് അന്വേഷിക്കരുത്. അന്വേഷിക്കൂ നിങ്ങൾ. പ്ലാൻ ഫണ്ടിൽ വെട്ടിച്ചുരുക്കൽ നടന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള ആ എമൗണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്, അതിൽ എത്ര രൂപ തിരിച്ചടച്ചിട്ടുണ്ട് ഓരോ മെഡിക്കൽ കോളേജസും, എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കാതെ പോയത്, ഇതിൻ്റെ ഓരോന്നിൻ്റെ പർച്ചേസ് ഓർഡറിൻ്റെ ഡേറ്റ് എന്തുകൊണ്ടാണ് ഈ ഡേറ്റുകൾ മാർച്ചിലും ഫെബ്രുവരിയിലും ഒക്കെ വരുന്നത്. മിനിമം 3 മാസമെങ്കിലും പർച്ചേസിന് വേണ്ട സാധനങ്ങൾക്ക് നിങ്ങളൊരു പർച്ചേസ് ഓർഡർ മാർച്ച് 15-ന് തന്നാൽ അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിലൊക്കെ അന്വേഷണം വേണം. ഈ അന്വേഷണം ഒരു കാര്യത്തിൽ മാത്രമല്ല, മെയിൻ്റനൻസ്, ഉപകരണങ്ങളുടെ മെയിൻ്റനൻസിന് എന്തുകൊണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കാശ് അനുവദിക്കുന്നില്ല? പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോകും. ഇതിന് ഈ 3 മാസം മുന്നേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തീരുമാനം ഉണ്ടാകാനായിട്ട് സമയമെടുക്കുന്നു. അതിന് കാലതാമസം വരുമ്പോൾ അത് HODയുടെ പ്രശ്നമായിട്ട് HODയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുക എന്നുള്ളത് അത് ശരിയായൊരു നയമല്ല. ഞങ്ങളുടെ അംഗങ്ങൾ കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും പ്രിൻസിപ്പൽ ഓഫീസിൽ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് നടക്കാറുണ്ട്. അതിൻ്റെ മിനിറ്റ്സുകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഈ ഓരോ മിനിറ്റ്സും മാസങ്ങൾ തോറും നടക്കുന്ന CCM-ൻ്റെ മിനിറ്റുകളിൽ കൃത്യമായി ഇത് മിനിറ്റ് ചെയ്യപ്പെടണം. അല്ലാതെ ഞങ്ങൾ CCM-ന് പോയിരിക്കുമ്പോൾ ആദ്യം ഒപ്പ് ശേഖരിച്ചിട്ട് അത് കഴിഞ്ഞൊരു മിനിറ്റ്സ് തയ്യാറാക്കി അടച്ചു വെക്കുക അല്ല വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞു കാണില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുകളിലേക്ക് എത്തണം. ഓരോ കോളേജുകളിൽ നിന്നും ഓരോ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായുള്ള വസ്തുതകൾ മുകളിലേക്ക് അറിയിക്കണം. അറിയിച്ച് അതിൽ നടപടികൾ എടുക്കട്ടെ. എവിടെയാണ് പ്രശ്നം വന്നത്, എവിടെയാണ് തടസ്സം വന്നത്, അവർ കണ്ടുപിടിക്കണം. അല്ലാതെ ഇതിൽ ഒരു ഡോക്ടർ ഹാരിസിനെ ക്രൂശിച്ചതുകൊണ്ട് ഈ സിസ്റ്റം നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും പലപ്പോഴും ചെയ്യാറുണ്ട്, പല അവസരങ്ങളിലും. ഇപ്പോൾ തോന്നുന്നത് എന്താണ്? ഈ ഒരു വകുപ്പിലെ ഒരു വിഷയം മാത്രമല്ല, അദ്ദേഹം ഇന്നും പ്രതികരിക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ നിന്ന് എന്താണ് സൂചന? നിങ്ങൾക്ക് കിട്ടുന്ന സൂചന എന്താണ് ഡോക്ടർ റോസ്നാര? അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാനാണെങ്കിൽ അത് ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം അദ്ദേഹം പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറ്റം എന്ന് കണക്കാക്കുന്നെങ്കിൽ, അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മൊത്തം താറടിച്ച് കാണിക്കുകയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് ഒരു വിലയുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഇത് കഴിഞ്ഞു 2 ദിവസമായി, ഞങ്ങളുടെ OP-യിലോ IP-യിലോ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല, കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ അത് നിങ്ങൾ പരിഹരിക്കൂ. പരിഹരിക്കാനായിട്ട് പോസിറ്റീവായി ഒരു തുറന്ന മനസ്സോടുകൂടി വരൂ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.